ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ T20 നാളെ നടക്കാനിരിക്കെ സഞ്ജു സാംസൺ ടീമിലുണ്ടാകുമെന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു സംശയം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തകളുടെ ഒരു ഇതനുസരിച്ച് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും കൂടെ ഓപ്പൺ ചെയ്യുമെന്നുള്ള രീതിയിലാണ്, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായിട്ട് ഇറങ്ങുമെന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഒരു ഇൻഫർമേഷൻ. അതും ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ളത് അറിയത്തില്ല. നമ്മൾ എല്ലാ തവണയും നമ്മൾ ഇതുപോലെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് സഞ്ജു ബെഞ്ചിലിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിലാണെങ്കിൽ പോലും മെയിൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരായിട്ട് സഞ്ജു സാംസൺ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അവസാനം ആദ്യത്തെ ഒരു സന്നാഹ മത്സരം കഴിഞ്ഞാൽ അതിനുശേഷം പിന്നീടുള്ള കളികളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, അദ്ദേഹം എല്ലാ കളികളിലും ആദ്യത്തെ ഒരു ഓവർ ഫീൽഡ് ചെയ്യാൻ ഇറങ്ങും, പിന്നീട് പകരക്കാരനായിട്ട് എപ്പോഴേലും ഫീൽഡിങ്ങിന് ഇറങ്ങുമെന്നല്ലാതെ കളിക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ ബംഗ്ലാദേശ് മാച്ച്. അതിൽ അദ്ദേഹം ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് ഇറങ്ങുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല, അതൊക്കെ നമുക്ക് അറിയത്തില്ല, ടീമിൻ്റെ ഓരോ തീരുമാനങ്ങളാണ്. പക്ഷേ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ കിട്ടുന്ന സാഹചര്യം സഞ്ജു മുതലാക്കുകയും വേണം. അങ്ങനെ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി തെളിയിക്കണം. കാരണം T20 പുള്ളി മെയിൻ സ്ട്രീം ടീമുകൾക്കെതിരെ അടിച്ച് കളിച്ച് നല്ല സ്കോർ തന്നെ നേടണം, അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും പുള്ളിക്ക് അവിടെ പിടിച്ചിരിക്കാൻ. കാരണം എപ്പോഴും സഞ്ജുവിനെ വിമർശിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മുടെ മലയാളികൾ തന്നെ പുള്ളിക്കിട്ട് ആണി അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം നോർത്ത് ഇന്ത്യൻസ്. കാരണം സഞ്ജുവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരുപാട് പേര് ഇത് PR വർക്കാണ്, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് അദ്ദേഹത്തിനെ താഴ്ത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും വീണ് പോകുന്നില്ല. സഞ്ജു എന്ന് പറയുന്നത് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ്, നല്ല ഒന്നാം തരം ഒരു വിക്കറ്റ് കീപ്പറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അത് പലതവണ ഡൊമസ്റ്റിക് മാച്ചസിലും അതുപോലെ തന്നെ IPL ഒക്കെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ മെയിൻ സ്ട്രീമിൽ ഇൻ്റർനാഷണൽ മാച്ചസിൽ അദ്ദേഹത്തിന് തെളിയിച്ചിട്ടുണ്ട്. ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട്, T20 ഈ പറയുന്ന പോലെ അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന കളികളിൽ അദ്ദേഹം ചിലപ്പോൾ തിളങ്ങാതെ വരുമ്പോൾ വിമർശകർക്ക് അത് അദ്ദേഹത്തിനെ എടുത്തിട്ട് പൊങ്കാലയിടാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ. അദ്ദേഹം അത് എന്താ പറയുന്നത്, ഇനിയുള്ള കളികളിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് പ്രഷർ കാണും. ശരിയാണ്, നമ്മളൊരു ക്രൗഡിന് മുന്നിൽ സാധാരണ നമ്മളൊരു കണ്ടം കളിക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മളൊരു 10 പേരുടെ മുന്നിൽ ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ചിലർക്ക് ടെൻഷൻ ഉണ്ടാകും. നമുക്ക് ചില ആൾക്കാരെ എല്ലാവരുടെയും കാര്യം പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒരു വലിയൊരു ക്രൗഡിന് മുന്നിൽ വരുമ്പോൾ ചിലപ്പോൾ എത്ര ബലമുള്ള ഒരു മനുഷ്യനാണെങ്കിലും ചിലപ്പോൾ ഒരു ചെറിയ പ്രഷർ കാണും. ചിലപ്പം മുൻകാല കളികളിൽ ചിലപ്പോൾ തിളങ്ങാതെ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പം ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഞ്ജുവിൻ്റെ പല ഇൻ്റർവ്യൂകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. അദ്ദേഹം വളരെ കൂളായിട്ടാണ് ഡീൽ ചെയ്യുന്നതെന്ന്. പക്ഷേ എന്താണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് കാത്തിരുന്ന് കാണാൻ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഇന്നിങ്സ്. നമുക്ക് അദ്ദേഹം കത്തി കയറി കഴിഞ്ഞാൽ ഏത് ലെവലിലേക്ക് പോകുമെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇന്ത്യൻ ടീമിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ സെലക്ടേഴ്സിനും അറിയാം അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ടീമിൽ പിടിച്ച് നിൽക്കുകയും ഇന്ത്യൻ ടീമിൻ്റെ ABC കാറ്റഗറിയിൽ C കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു താരമാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ ABC എന്ന് പറയുന്ന 3 കാറ്റഗറീസ് ഉണ്ട് പ്ലെയേഴ്സിനെ തിരിച്ചേക്കുന്നത്. അതിൽ C കാറ്റഗറി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇതാണ്. A കാറ്റഗറിയിൽ വിരാട് കോഹ്ലി അങ്ങനെയുള്ള മുൻനിര താരങ്ങളൊക്കെ നിൽക്കുമ്പോഴും B കാറ്റഗറിയിൽ അതിന് തൊട്ട് താഴെയുള്ള ഇതിൽ ഇപ്പോൾ സഞ്ജു എന്ന് പറയുന്ന താരം അധികം ഇൻ്റർനാഷണൽ മാച്ചസ് കളിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു C കാറ്റഗറിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അദ്ദേഹം നാളത്തെ മാച്ച് വളരെ ക്രൂഷ്യൽ മാച്ചാണ്. അല്ലെങ്കിൽ ഇനി വരുന്ന കളികളിൽ സഞ്ജുവിന് കിട്ടുന്ന അവസരങ്ങൾ അദ്ദേഹം അടിപൊളിയായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ടീമിൽ സ്ഥിര സാന്നിധ്യമാവും. കാരണം അത്രയ്ക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആളാണ്. പിന്നെ ഈ പറയുന്ന പോലെ വളരെ കൂളായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഈ പറയുന്ന അഗ്രഷനുണ്ട്. അതുപോലെ തന്നെ കൂളായിട്ടിരിക്കുന്ന സമയത്ത് കൂളാകുകയും ചെയ്യും. പിന്നെ എല്ലാവർക്കും പുള്ളിയുടെ ഒരു രീതി ഇഷ്ടമാണ്. അധികം ജാടയോ കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. വളരെ കൂളായിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുകയും ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പലർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കളിയിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, നല്ലൊരു ഉയർച്ച തന്നെ സഞ്ജുവിനുണ്ടാകും. അദ്ദേഹം ഉയർന്നു വരട്ടെ, നമുക്കും നോക്കാം. നമ്മളൊരു മലയാളി എന്നുള്ള രീതിയല്ല, കേരളത്തിൽ നിന്നുള്ള ഒരു താരം എന്ന രീതിയിൽ നമുക്ക് മലയാളികൾക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാം. അദ്ദേഹത്തെ ചവിട്ടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാം. വീഴ്ചയിൽ നമ്മൾ കൂടെ നിൽക്കണം. അതാണല്ലോ നമ്മുടെ ഒരു രീതി. അങ്ങനെ വേണമല്ലോ ഓരോരുത്തരും അവരവരുടെ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ സഞ്ജുവും കയറി വരട്ടെ. നാളത്തെ കളി നമുക്ക് നോക്കാം. അദ്ദേഹത്തിനെ കളിപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പം അൺഒഫീഷ്യലായിട്ട് വരുന്ന ഒരു രീതിയിൽ അദ്ദേഹം കളിക്കുമോ എന്നുള്ള രീതിയിലാണ്, ഓപ്പണിങ് ഇറങ്ങുമോ എന്നുള്ള രീതിയിലാണ് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും.